ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2. 9 മണിയാവുന്നേ ഉള്ളൂ. പക്ഷേ വെയിലിന്റെ കാര്യം കുറച്ച് ശോകമാണ്. കഴുക്ക് നോക്കണേ ഗൈസ്. ചവിട്ടി വിട്ടേ കഴിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നലത്തെ പോലെ 12 മണിക്ക് ഇറങ്ങിയ ഞാൻ വെന്ത് പുഴുവും ഉറപ്പാണ്. ഇത് പഴയ അലമാര, വാതില്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ വ്ലോഗിൽ ഒരു മിനി ബസ്സിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇതാണ് ആ മിനി ബസ് ഏരിയ. ഈ മിനി ബസ് ഇതുവരെ പോകുന്ന പറഞ്ഞാൽ തേകരായ നഗർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ടി നഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ രണ്ട് സൈഡിലും മരമൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ ഒരു രസമുണ്ട്. ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് അശോക് നഗർ കാണിച്ചു തരാം. അശോക് നഗർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ചിന്ന സിറ്റി പോലത്തെ ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാം റോഡിന്റെ വർക്ക് നടക്കുകയാണ്. അതിന്റെ ഒരു ഇതാണ്. ഇതിവിടെ വേസ്റ്റ് ഇടാനായിട്ട് വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. കുന്തുകുണ്ടിയായി പോകുന്ന ബംഗാളീസ്. ഗൈസ്, ചെന്നൈ വ്ലോഗ് നിങ്ങൾ നിറയെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിങ്ങൾ കാണിക്കാത്ത ചില വിഷ്വൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ ചെന്നൈ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സിറ്റി മാത്രമല്ലല്ലോ. ചെന്നൈ എന്ന് പറയുമ്പോൾ വലിയൊരു സിറ്റി മാത്രമല്ല, ഇതേപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാം ചെറിയ സെറ്റപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ബസ്സുകളുടെ ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ചെറിയ ഏരിയസ് ഉണ്ടല്ലോ, വലിയ ബസ് പോകാത്ത ഏരിയ, ആ ഏരിയസിൽ ഇതേപോലുള്ള ചെറിയ ബസ്, മിനി ബസ്സാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക്, ഈ കാറ് ബൈക്കൊന്നും ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ബസ്സുകളിൽ കയറി കുറച്ച് മെയിൻ ഏരിയയിലോട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി കുറച്ചൊരു 200 മീറ്റർ നടന്നാൽ അശോക് നഗർ. ഇതാണ് ഗൈസ് ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലം, അശോക് നഗർ. ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ റോഡില് വ്ലോഗെല്ലാം നടക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കൊള്ളാം. ചെന്നൈ സിറ്റിയിലെ റോഡില് വ്ലോഗെല്ലാം എടുത്ത് നടക്കുന്നു. ഇത് ചെന്നൈയിലെ ഇവിടെ അശോക് നഗറിൽ ഒരു ചെറിയൊരു ഫുഡ് കോർട്ടാണ്. ലേസ് ഇന്റർനാഷണൽ ഫുഡ് കോർട്ട്. ഇവിടെ KFC, ബർഗർ കിങ്, പിസ്സ ഹട്ട്, അങ്ങനെ ഒരുവിധം എല്ലാ ഫേമസ് ബ്രാൻഡുകളും ഉണ്ട്. മേലെ മെട്രോ, ട്രാഫിക്, സൂപ്പർ ട്രാഫിക്കിന് ഒരു മാറ്റമില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ, അശോക് നഗർ മെട്രോ സ്റ്റേഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ ഇതുകൊണ്ട് മറച്ചിരിക്കുന്നില്ല, ബ്ലൂ സംഭവം കൊണ്ട് മറച്ചിരിക്കുന്ന എവിടെയായിരുന്നു മുമ്പ് ഇവിടുത്തെ ഒരു ഫേമസ് തിയേറ്റർ ഉണ്ടായിരുന്നെ. ഇപ്പൊ അതെല്ലാം പൊളിച്ചടുക്കി പലരുടെയും വികാരമായിരുന്ന തിയേറ്റർ എന്നൊക്കെ പറയുന്നു. ഇപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാൽ ശൂന്യത അത്ര മാത്രമേ ഉള്ളൂ. ഒരു ചെന്നൈ സിറ്റി ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ആൾക്കാര് ഓടി നടക്കുകയാണ്. ഒരു എന്താ പറയുക, അതേപോലെ ചെന്നൈ സിറ്റി വൃത്തികേടാക്കാനായിട്ട് ആൾക്കാർ ആവശ്യത്തിൽ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ കർണാടക സ്റ്റേറ്റിലാണ് പോകുന്നത്. അവിടുത്തെ ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതേപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ല ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അതേപോലെ ഇവിടെ ചെയ്തിട്ടും പക്ഷെ ഇവിടെ ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ചക്കപ്പഴം, പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര കാശ് കുറവൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇവിടെ റയറായിട്ട് കിട്ടുന്നതല്ലേ. ഇപ്പൊ നമുക്ക് ചക്കപ്പഴം. ചെന്നൈ ട്രാഫിക്. ഇത് ഇവിടത്തെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഫ്രീ ബസ് എന്ന് പറയുമ്പോൾ ലേഡീസിന് മാത്രം. ഇതാണ് അശോക് നഗറിന്റെ കാശി തിയേറ്റർ. പക്ഷെ കുറച്ചും കൂടെ ഉള്ളിൽ പോയാൽ കാശി ടാക്കീസ് എന്ന് പറയുന്നത് പുതിയതായിട്ടൊന്നും തുടങ്ങുന്നു. ഇതാണ് കാശി തിയേറ്റർ. നമ്മുടെ ധനുഷിന്റെ പടം ഓടെയാണ്. ഇവിടെ ഉള്ളവർക്ക് സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിനിമ ഭ്രാന്തി കുറച്ച് കൂടുതൽ ആണെന്ന് തോന്നുന്നു. എന്താണ് ഞാൻ ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത് നിങ്ങൾ വിചാരിക്കാൻ. പക്ഷെ നമ്മൾ സിറ്റി അല്ലാതെ ഇതേപോലുള്ള ചെറിയ ചെറിയ ഏരിയസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് മാത്രം പറയാൻ. സപ്പോസ് നമ്മൾ ഈസിയർ റൂട്ടൊക്കെ പോകുമ്പോൾ പോസിറ്റീവ് പറയാനുള്ള വകയെ അവിടെ ഉണ്ടാവും. ഇവിടെ തമിഴ്നാട് ഗവൺമെന്റ് സിറ്റികൾ മാത്രമാണ് കുറച്ച് ക്ലീൻ ആക്കാനും സെറ്റ് ആക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പറയണ നീറ്റും ക്ലീനും ഒന്നും അവിടെ ഒന്നും കാണില്ല. സിറ്റി പോലും അത്രോളം ക്ലീൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫുട്പാത്തിൽ സൈക്കിൾ ഒട്ടിക്കൊണ്ട് പോകുന്ന ചേച്ചിയല്ല, ഇവിടെ ഉള്ളവർക്ക് അതാക്കാം. ശരി ഗൈസ്, ഇന്നത്തെ മിനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നാളെ കാണാം. നാളെ ഇതേപോലെ ഞാൻ എവിടെയെങ്കിലും പൂരിച്ചിട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ ഓൺ പിടിച്ചിട്ട്
നാളത്തെ ഒരു ചുറ്റലിൽ ക്യാമറ ഓൺ പിടിച്ചിട്ട് ഞാൻ വരുന്നതാണ്. ഇത് ഇന്നലെയും വൈഡപ്പ് ചെയ്ത സെയിം സ്ഥലം തന്നെയാണ് നമ്മുടെ കൂവം റിവർ. എനിക്കിത് കാണുമ്പോൾ അങ്ങോട്ട് ശരി. ഓക്കെ ഗൈസ്, ബൈ.